തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ചും പ്രാരംഭമായിട്ട് ഞാൻ 2 വാക്ക് പറയട്ടെ. തുടർന്ന് ദൈവദാസൻ അനുസ്മരണമായിട്ടും ദൈവത്തിൽ കൂടി നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. പ്രിയ സഹോദരങ്ങളുടെ ബന്ധത്തിലെ ചെറുപ്രായം മുതലേ എനിക്ക് അറിയാവുന്നതാണ്. പ്രിയ സഹോദരിയെ പല നിലകളിൽ ആത്മീയമായും ഭൗതികമായും ബന്ധമുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ ചേട്ടിയുടെ മകളാണ്. അപ്പോൾ ആ നിലയിലൊരു ബന്ധമുണ്ട്. അതുകൂടാതെ പ്രിയ സഹോദരി ഈ ഹാളിലാണ് മീറ്റിങ്ങിന് കൂടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലും അങ്ങനെ മറ്റു പല നിലകളിലും പ്രിയ സഹോദരിയായിട്ട് ആത്മീയമായ രീതിയിലുള്ള ബന്ധം എനിക്കുണ്ട്. പഴയ അനുഭവം പറയുകയാണെങ്കിൽ സാമുദായിക ചുറ്റുപാടിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവർക്ക് കടന്നു വരുവാനും കർത്താവിനെ വിശ്വസിക്കുവാനും അവർക്ക് ഭാഗ്യം ലഭിച്ചു. ആ നിലയിൽ അവരോട് പ്രിയപ്പെട്ട അവരുടെ മാതാവ്, മറ്റ് സഹോദരന്മാര്, ബന്ധുമിത്രാദികളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് വലിയവനായ ദൈവത്തെ ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് വലിയവനായ ദൈവത്തെ ആത്മാവ് സത്യത്തിൽ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന കുടുംബമാണ്. പ്രിയ സഹോദരികളുടെ ശേഷം ഇവിടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവിടെ അടുത്ത് വേങ്ങാച്ചി റോഡിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ യോഗത്തിന് വരുവാനും എല്ലാത്തിനും വളരെ സൗകര്യവുമുണ്ട്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാം പ്രാർത്ഥനയിലോട്ട് പോലെ സഹോദരൻ അവർക്ക് കുടുംബമായി 2 മക്കളാണുള്ളത്, ലിൻസിയും ലിഡിയും. എന്നാൽ ലിൻസിയുടെ കൂടെയാണ് പ്രിയപ്പെട്ടവരെ താമസിക്കുന്നത്. ബോബി ഇവിടെ ഉണ്ട്. എന്നാൽ ലിഡിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, മസ്കറ്റിലാണ്. അവർ കുടുംബമായി